അങ്ങനെ അലീനയെ തൻ്റെ അവിഹിത സന്ധതയായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരുടെയും വായ അടപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. ഇനി ആർക്കും അലീനയെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പറയാൻ സാധിക്കില്ലല്ലോ. ഇനി അങ്ങനെ പറയുന്നവരുടെ വായ അടപ്പിക്കാനായിട്ട് വൈജയന്തിയുടെയും സ്റ്റാൻലിയുടെയും പ്രണയകഥ പറഞ്ഞുകൊണ്ട് ഒരു പൂട്ടിടുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അതോടുകൂടി ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. മാത്രമല്ല, തന്നെ കൊന്നിട്ടല്ലാതെ തൻ്റെ മകളെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ സാധിക്കില്ലെന്ന് ബാലേന്ദ്രൻ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ നിരാശയോടുകൂടിയാണ് കേട്ടോ ശിവശങ്കരമേനോനും കൂട്ടരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവർ വരുന്നതും കാത്ത് വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ കമല. എന്നാൽ വന്നവരുടെ ആരുടെയും മുഖത്ത് ഒരു സന്തോഷവും കാണാനില്ല. അത് കണ്ടതും കമല ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തേ? അപ്പോൾ ഈ ചർച്ചയും വിജയിച്ചില്ലേ? അലീനെ പറഞ്ഞു വിടത്തില്ലെന്ന് തന്നെയാണോ ബാലേന്ദ്രൻ ഇപ്പോഴും പറയുന്നത്? ഇത് കേട്ടതും കമലയുടെ സഹോദരൻ സുഭാഷ് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഇനി ആര് വിചാരിച്ചാലും അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല. ഇത് കേട്ടതും കമല ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? അപ്പോൾ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ നമ്മളെല്ലാവരും ചതിക്കുകയായിരുന്നു കമലെ. ഇതൊക്കെ അവൻ കളിച്ചൊരു നാടകം മാത്രമായിരുന്നു. അലീന അവൻ്റെ സ്വന്തം മോളാന്ന് അവൻ പറയുന്നേ. ഇത് കേട്ടതും കമല ഞെട്ടുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാ സ്വന്തം മോളാവുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ച് പറ ശിവേട്ടാ. അപ്പം ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, അത് തന്നെയാ പറഞ്ഞേ, അലീന അവൻ ഏതോ ഒരുത്തിയിലുണ്ടായ മോളാണെന്ന്. അവൻ കുറേ കാലം അബുദാബിയിൽ താമസിച്ചിരുന്നല്ലോ. അപ്പം ഏതോ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. അതിൽ അവനുണ്ടായ മോളാണ് അലീന എന്നാണ് അവൻ പറയുന്നത്. പിന്നെ അവനും ആ ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞ സ്ത്രീയും കളിച്ചൊരു നാടകത്തിൻ്റെ ഫലമായിട്ടാ അലീന നമ്മുടെ കുടുംബത്തോട്ട് വന്ന് കയറിയത്. കമലയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാലേന്ദ്രൻ ഇങ്ങനൊരാളായിരുന്നോ? അന്ന് അവളെ ദത്തുപുത്രിയായി പ്രഖ്യാപിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ ഈ സംശയം തോന്നിയതാ, അവള് ബാലേന്ദ്രൻ്റെ സ്വന്തം മോളാണോന്ന്. പിന്നെ ഞാനായിട്ടൊരു അപവാദം പറഞ്ഞു പരത്തണ്ടെന്ന് കരുതിയാ ഞാനൊന്നും പറയാഞ്ഞേ. എന്തൊക്കെയായിരുന്നു അവൻ്റെ ആദർശം പറച്ചിൽ. എന്നാലും വൈജയ്ക്ക് ഇങ്ങനൊരു വിധി വന്നല്ലോ. ഇനി വൈജയോട് എന്ത് പറയും? അപ്പം ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, തൽക്കാലം ഇതൊന്നും വിളിച്ച് വൈജയെ അറിയിക്കാൻ നിൽക്കണ്ട. എന്താ വേണ്ടതെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ശിവശങ്കരമേനോൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. കമല പുറമേക്ക് സങ്കടം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തായാലും വൈജയന്തിയുടെ ജീവിതം തകർന്നല്ലോ. കമലയ്ക്ക് അത് മതി. ഇനിയിപ്പോൾ ഇതാരോടെങ്കിലും വിളിച്ചു പറയണ്ടേ? വൈജയന്തിയോട് വിളിച്ചു പറയാൻ സാധിക്കില്ല. ബാലേന്ദ്രന് എന്തിനേതിനും കട്ട സപ്പോർട്ടായി നിൽക്കുന്നത് മനു അല്ലേ. അപ്പം പിന്നെ ഈ വാർത്ത ആദ്യം തന്നെ മനുവിനെ അറിയിക്കാമെന്ന് കരുതി കമല. അങ്ങനെ മനുവിന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ കമല. എടാ മനു, നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ലടാ കാര്യങ്ങൾ. ആ അലീനയുണ്ടല്ലോ, അവള് ബാലചന്ദ്രൻ്റെ സ്വന്തം മോളാണെന്ന്. അയാള് പണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് ഏതോ ഒരുത്തിയെ പരിചയപ്പെട്ട് അതിലുണ്ടായ മകളാണെന്നാ പറയുന്നേ. ഇത് കേട്ടതും മനു ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നേ? വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് ഒരു കുടുംബം കലക്കാൻ നോക്കരുത് കേട്ടോ. അപ്പം കമല പറയുന്നുണ്ട്, ഞാനില്ലാത്ത ഒന്നല്ല പറഞ്ഞത്. നിന്റെ അച്ഛനും ബാക്കിയുള്ളവരും കൂടിയിട്ട് ഒരു ചർച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ചർച്ചയിൽ വെച്ച് ബാലേന്ദ്രൻ തന്നെയാ പറഞ്ഞത് അലീന ബാലേന്ദ്രൻ്റെ സ്വന്തം മോളാണെന്ന്. അയാളും ആ ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞ സ്ത്രീയും കളിച്ച നാടകത്തിൻ്റെ ഫലമായിട്ടാ അവൾ നമ്മുടെ കുടുംബത്തോട്ട് കയറി വന്നത്. ഇതൊക്കെ അവരറിഞ്ഞുകൊണ്ട് കളിച്ചൊരു നാടകമായിരുന്നുടാ. പാവം വൈജ, അവളുടെ ജീവിതമല്ലേ ഇപ്പം തകർന്നത്. നിന്റെ ആദർശ പുരുഷനായിരുന്നല്ലോ ബാലേന്ദ്രൻ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? മനുവിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അവൻ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ കടപ്പാട്ടൂരേക്കാണ് കേട്ടോ മനു പോകുന്നത്. കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ മനു. കാരണം മനുവിനെ സംബന്ധിച്ച് ബാലചന്ദ്രൻ ഒരു റോൾ മോഡലായിരുന്നു. അങ്ങനെ ഒരാളിൽ നിന്നും ഇങ്ങനൊരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു ദേഷ്യവും നിരാശയൊക്കെ ഉണ്ട് കേട്ടോ മനുവിന്. വൈജയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. മനുവിനെ കണ്ടതും വൈജ ചോദിക്കുന്നുണ്ട്, ഓ, നീ അവളെ കാണാൻ വന്നതായിരിക്കുമല്ലേ? അമ്മയുള്ളപ്പോഴും നീ ആ പേരും പറഞ്ഞ് ഇവിടെ വരുന്നത് അവളെ കാണാനാന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, എല്ലാവരെയും വശീകരിച്ച് വെച്ചിരിക്കില്ലേ അവള്. മനു ആണെങ്കിൽ ഇതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല കേട്ടോ. നേരെ പോകുന്നത് അലീനയുടെ അടുത്തേക്കാ. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ഇത് കേട്ടതും അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ട എന്താ കേട്ടത്? അപ്പോൾ മനു പറയുന്നുണ്ട്, ശരിക്കും നീ ബാലേന്ദ്രൻ ഞങ്ങളുടെ മോള് തന്നെയാണോ? അതറിഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ടതും അലീന ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. എന്തു മറുപടി പറയണമെന്ന് അലീനയ്ക്ക് അറിയുന്നില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തേ? സത്യം പറ, ബാലേന്ദ്രൻ ഞങ്ങൾ
നിന്റെ അച്ഛനാണോ? അപ്പം അലീന പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല മനുവേട്ടാ. അപ്പം നിന്റെ അമ്മയാരാ? ഇത്രയും കാലം അവരെവിടെയായിരുന്നു? ബ്രിജിത്താമ്മ എന്തിനാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അലീനയ്ക്കാണെങ്കിൽ ഇതിനൊന്നും ഉത്തരമില്ല കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി. അത് കേട്ടതും മനു കൂടുതലൊന്നും പറയാൻ നിന്നില്ല കേട്ടോ. നേരെ പോയത് ബാലചന്ദ്രൻ്റെ റൂമിലേക്കാ. മനുവിനെ കണ്ടതും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ നീ വന്നോ? നീ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണോ വന്നത്? അപ്പം മനു പറയുന്നുണ്ട്, വരാതെ പറ്റില്ലല്ലോ, അങ്ങനെയുള്ള വാർത്തകളല്ലേ കേൾക്കുന്നത്. അത് കേട്ടതും ബാലേന്ദ്രന് കാര്യം പിടികിട്ടിയിട്ടോ. നിനക്കെന്തൊക്കെയോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നീ കഷ്ടപ്പെട്ട് വന്നതല്ലേ, ചോദിക്കേ. അപ്പം മനു പറയുന്നുണ്ട്, എന്തൊക്കെയാ അങ്ങളെ ഞാനീ കേൾക്കുന്നത്? അലീന അങ്ങളുടെ സ്വന്തം മകളാണെന്നോ? ഇത് കേട്ടതും ബാലേന്ദ്രൻ മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. എന്താ അങ്കിളൊന്നും മിണ്ടാത്തത്? അപ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ഞാൻ അങ്കിളിനെ കുറിച്ച് ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. എൻ്റെ റോൾ മോഡലായിരുന്നു അങ്കിള്. എന്നിട്ടിപ്പോൾ അങ്കിൾ എന്താ വിചാരിച്ചേ? പണ്ട് നല്ല സമയത്ത് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ കൂടെ നടന്ന് അതിലുണ്ടായ മോളെ വേലക്കാരിയുടെ വേഷം കെട്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ മകളായി പ്രഖ്യാപിച്ച് കുടുംബത്ത് കയറ്റി നിർത്തുന്നത് വലിയ അന്തസ്സുള്ള പരിപാടിയാണെന്നാണോ? ഇത്രയ്ക്ക് ചീപ്പായിരുന്നു അങ്കിള്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടാ മനു, നീ അതൊക്കെ വിശ്വസിച്ചോ? അത് നിന്റെ അച്ഛനെയും കൂട്ടരെയും പറ്റിക്കാൻ വേണ്ടി ഞാൻ എറിഞ്ഞൊരു ബോംബല്ലേ. ബാലേന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ. അത് നിന്റെ ആൻറ്റി വൈജയന്തിയ. ഇത് കേട്ടതും മനു ചോദിക്കുന്നുണ്ട്, അപ്പം പിന്നെ ഇതൊക്കെ എന്താ അങ്കളെ? എന്താ ഇതിൻ്റെയൊക്കെ പുറകിൽ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് നിന്നോട് എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കറിയില്ല. നീ ഓർക്കുന്നുണ്ടോ അന്ന് അലീന ഹോസ്പിറ്റലായിരുന്ന ദിവസം? അന്ന് ഞാൻ അലീനെ കാണാൻ ചെന്നപ്പോൾ അവൾ എറണാകുളത്തുള്ള രേവതിക്കുട്ടിയോട് ഫോൺ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ വന്നത് അലീന കണ്ടിട്ടില്ല. അന്ന് അവൾ രേവതിക്കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ടാണ് ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചതെന്ന്. അത് കേട്ടതും ഞാൻ ആകെ ഞെട്ടിപ്പോയി. അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ അതിൻ്റെ പിന്നാലെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നീ മുത്തശ്ശിക്ക് കൊടുത്തൊരു ഫോണില്ലേ, അതിൽ ഞാനൊരു കോൾ റെക്കോർഡിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണല്ലോ അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നത്. പിന്നീട് ആരും കാണാതെ ഞാൻ ആ കോൾസൊക്കെ എൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് എനിക്കന്ന് മനസ്സിലായത് രോഹിത്തും ഹരിയാണ് അലീന ഹോസ്പിറ്റലാവാൻ കാരണമെന്ന്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ചോദ്യം ബാക്കിയായിരുന്നു, അവൾ കൂടപ്പിറപ്പെന്ന് പറഞ്ഞത് ഇതിൽ ആരെയാണെന്ന്. അങ്ങനെ മറ്റൊരു കോൾ റെക്കോർഡിങ്ങിൽ നിന്ന് എനിക്കതിനുള്ള ഉത്തരം കിട്ടി. അത് നീയൊന്ന് കേട്ടു നോക്ക്, അപ്പം നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിനക്ക് കിട്ടും. അങ്ങനെ അലീനയും രേവതിക്കുട്ടിയും തമ്മിലുള്ള ആ കോൾ റെക്കോർഡിംഗ് മനുവിന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അത് കേട്ടതും മനു ആകെ ഷോക്കായി നിൽക്കുക. എന്തൊക്കെയാ അങ്ങളീ കേൾക്കുന്നേ? വൈജാൻറ്റി അലീനയുടെ സ്വന്തം അമ്മയാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കും ആദ്യമൊന്നും മനസ്സിലായില്ല. ഇത് കേട്ടതും ഞാൻ ആകെ പതറിപ്പോയി. കേട്ടത് സത്യമാണോന്നറിയാൻ ഞാൻ ആദ്യം പോയത് നീലഗിരിയിലേക്കാണ്, ഗംഗേട്ടൻ്റെ അടുത്തേക്ക്. നീ ഓർക്കുന്നില്ലേ ഞാൻ മിസ്സിംഗ് ആയ 2 ദിവസം? അന്ന് ഞാൻ നീലഗിരിയിലുണ്ടായിരുന്നു, ഗംഗേട്ടൻ്റെ അടുത്ത്. കേട്ടതൊക്കെ സത്യമാണോന്ന് ഗംഗേട്ടൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചു. സത്യമായതുകൊണ്ട് തന്നെ ഗംഗേട്ട അത് നിഷേധിക്കാനൊന്നും നിന്നില്ല. നിന്റെ ആൻറ്റി വൈജയന്തി പണ്ട് ആഗ്രയിലായിരുന്നൊരു കാലമുണ്ട്. അന്ന് ഗംഗേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ജൂനിയർ മിലിറ്ററി കമാൻഡിംഗ് ഓഫീസറുണ്ട്, സ്റ്റാൻലി എന്ന അയാളുടെ പേര്. പതിയെ സ്റ്റാൻലിയും വൈജയന്തിയും തമ്മിൽ പ്രണയത്തിലായി. സ്റ്റാൻലി ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ വൈജയുടെ വീട്ടുകാർക്ക് ആ ബന്ധത്തോട് എതിർപ്പായിരുന്നു. അങ്ങനെ വീട്ടുകാരെ എതിർത്തുകൊണ്ട് വൈജയും സ്റ്റാൻലി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. വൈജ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സ്റ്റാൻലി നാട്ടിലേക്ക് പോയി. പിന്നീട് ഒരിക്കലും അയാൾ തിരിച്ചു വന്നിട്ടില്ല. അതോടുകൂടി വൈജയെ നിന്റെ മുത്തശ്ശനും അച്ഛനും കൊച്ചച്ഛനൊക്കെ കൂടി നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ തിരുവനന്തപുരത്തുള്ള രാവണ്യമ്മാവൻ്റെ വീട്ടിൽ വെച്ചാണ് വൈജയന്തി പ്രസവിച്ചത്. പ്രസവത്തോടെ കുഞ്ഞ് മരിച്ചെന്ന കള്ളം പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ കൊണ്ട് തള്ളി. എന്നിട്ട് വൈജയെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. അന്ന് നിന്റെ മുത്തശ്ശനും രാവണ്യമ്മാവനും കൂടി അനാഥാലയത്തിൽ ഉപേക്ഷിച്ച ആ കുഞ്ഞാണ് ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്ന അലീന. ഇനി നീ പറ, ഇതിൽ ആരാ തെറ്റുകാരൻ, ഞാനാണോ? ഇത് കേട്ടതും മനു പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ. അങ്കിളിന് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആദ്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതറിഞ്ഞപ്പോഴാ എനിക്ക് അറ്റാക്ക് വന്നത്. അതോടെ വെറുപ്പായിരുന്നു എനിക്ക് വൈജയന്തിയോട്. അവൾക്കെന്നോട് പറയായിരുന്നു ഈ സത്യങ്ങളൊക്കെ. പക്ഷേ 22 കൊല്ലം ഇതെല്ലാം മറച്ചു വെച്ച് അവൾ എന്നെ ചതിച്ചു. എന്നെ അടക്കി ഭരിച്ച അവൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ പിന്നെ എങ്ങനെയാ പെരുമാറണ്ടേ? നീ പറ. ഇത് കേട്ടതും
മനു ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ടടാ, ഞാനിപ്പോൾ ഓക്കെയാണ്. വൈജയോടും അവളുടെ വീട്ടുകാരോടും മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ. പക്ഷെ അലീന, അവൾ ഒരു പാവാ. അവൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്യാതെ അവൾ ഇത്രയും കാലം അനാഥയായി ജീവിച്ചു. സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു വാക്ക് പോലും പറയാതെ ഒരു വേലക്കാരിയെ പോലെ ഈ വീട്ടിൽ ജീവിച്ചു. വൈജ അവളെ എന്തൊക്കെ പറഞ്ഞ് നോവിച്ചിട്ടുണ്ട്. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയായിരുന്നു. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. പകരം എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഈ വീട്ടിലുള്ളവരെ സ്നേഹിച്ചും അവളിവിടെ ജീവിച്ചു. അവളുടെ ത്യാഗം ഞാൻ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുക. അവളെ ഞാൻ എൻ്റെ മകളായി അംഗീകരിച്ചത് എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയാണ്. എനിക്കിപ്പം 4 മക്കളാ. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. അവളെ ഞാൻ ആർക്കും വേണ്ടി വിട്ടുകൊടുക്കില്ല. അവൾ ഈ വീട്ടിൽ തന്നെ ജീവിക്കും, ഇവിടെ എൻ്റെ മകളായിട്ടും ഈ ബാലചന്ദ്ര മേനോൻ്റെ മകളായിട്ടും. ഇത് കേട്ടതും മനു പറയുന്നുണ്ട് കേട്ടോ, അങ്കിളിനോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. അങ്കിളിനെ പോലെ ആവാൻ ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല. പക്ഷേ അതൊന്നും തിരിച്ചറിയാനുള്ള ബോധം ആൻറ്റിക്കില്ലാതെ പോയല്ലോ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, സത്യം ഒരുപാട് കാലമൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ലടാ. അതെന്തെങ്കിലും ഒരു ദിവസം മറന്നേക്ക് പുറത്ത് വരെ തന്നെ ചെയ്യും. അന്ന് നിന്റെ ആൻറ്റി അവളോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് പശ്ചാത്തപിക്കും. അതിൽ പരം വലിയ ശിക്ഷയൊന്നും അവൾക്കിനി കിട്ടാനില്ല. നിന്നോട് ഇതൊക്കെ മുന്നേ കൂട്ടി പറയണമെന്ന് വിചാരിച്ചതാ. അതിൻ്റെ ഇടയിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളും കടന്നു വന്നു. സാരമില്ല, ഇതായിരിക്കും സമയം. നീ കൂടാതെ ഈ സത്യം അറിയുന്ന മറ്റൊരാൾ കൂടി ഈ വീട്ടിലുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതാരാങ്കളെ? കൃഷ്ണമോള്. അവൾക്കിപ്പോൾ എല്ലാം അറിയാം. അലീന അവളുടെ സ്വന്തം ചേച്ചിയാണെന്ന്. ഇത് കേട്ടതും മനു ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോളോ? അവളോട് എന്തിനാ അങ്കളെ ഇതൊക്കെ പറഞ്ഞത്? അവൾ കൊച്ചല്ലേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളോട് പറയണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നു. അവൾക്കിതൊക്കെ അറിയാമെന്ന് അലീനയ്ക്ക് അറിയില്ല കേട്ടോ. നീ അവളോടത് പറയാൻ നിൽക്കണ്ട. ഈ സത്യം മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിച്ചിട്ടാ അവൾ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അപ്പം മനു പറയുന്നുണ്ട്, എന്നാൽ ഞാൻ താഴേക്ക് പോട്ടെ അങ്കളെ, എനിക്ക് അലീനേനെ ഒന്ന് കാണണം. അങ്ങനെ പറഞ്ഞ് മനു താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ ഈ സമയം കിച്ചണിൽ മനുവിന് ചായ വെക്കുകയായിരിക്കും കേട്ടോ. അലീനയെ കണ്ടതും മനു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കുന്നുണ്ട് കേട്ടോ മനു. മനുവിൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിട്ടാ നിൽക്കുന്നത്. നീ എൻ്റെ ആൻറ്റിയുടെ മോളാണെന്ന് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? ഇത് കേട്ടതും അലീനൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം മനുവിനെ അറിയിച്ചു എന്ന്. അലീന പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ. എന്നോട് ക്ഷമിക്കണേ മനുവേട്ടാ, ഇതൊന്നും ആരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല. ഇത് കേട്ടതും മനു അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അലീന കരയുന്നത് കണ്ട് മനുവിനും സങ്കടം വരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഇമോഷണൽ സീനാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്